കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ കടകളിൽ തീപിടുത്തം 3 കടകളിൽ തീ പടർന്നു. ഒരു കട പൂർണ്ണമായും കത്തിനശിച്ചു. ടോബി ജോൺസൺ ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ടോബി, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? വിവരങ്ങൾ. ഉമേഷ്, എന്താണ് കാരണമെന്ന് അറിയത്തില്ല. പക്ഷേ ഏകദേശം അരമണിക്കൂർ മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്ത്, അതായത് ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്തായിട്ടുള്ള ഒരു കടയിൽ, അവിടെ ഈ ആശുപത്രിയിലേക്ക് വേണ്ട രോഗികൾക്കും മറ്റ് കൂട്ടിരിപ്പുകാർക്കുമൊക്കെ വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ആ കടയിൽ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. തുടർന്ന് അത് മേളത്തെ നിലയിലേക്കും സമീപത്തെ 2 കടകളിലേക്കും കൂടി വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ചേട്ടാ ഈ സംഭവം ഉണ്ടായത്? അവരെ കുറച്ചു നേരമായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. അതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ കെടുത്തിക്കൊണ്ടിരിക്കുന്നോളൂ. ഇനി എന്നാലും ഒന്നും അറിയാൻ പറ്റില്ല. ഈ 2 കട പിടിച്ചതായിട്ട് അറിയുന്നു. 2 കടയിലാണ് ഉമേഷ് തീ പിടിച്ചിരിക്കുന്നത്. അതൊരു 3 നില കെട്ടിടമാണ്. നമുക്ക് കാണാം അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് തീ പടരുന്നുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അത് കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈസ്റ്റർ ദിനമായതുകൊണ്ട് തന്നെ ഈ കട പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അകത്ത് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇപ്പോൾ ഇല്ല. ഈ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തൊട്ടടുത്തടുത്തൊക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിരവധി കടകളുണ്ട്. ആശുപത്രിയുടെ മുൻവശമായതുകൊണ്ട് തന്നെ കൂടുതൽ കടകളുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലെ ഒരു ബിൽഡിങ്ങിനാണ് ആദ്യം തീ പിടിച്ചത്. മെത്തയും അതുപോലെ തന്നെ മറ്റ് ആശുപത്രി സാധനങ്ങളുമെല്ലാം വിൽക്കുന്ന ഒരു കടയാണ്, റീറ്റെയിൽ കടയാണ്. പക്ഷേ ഏകദേശം കൂടുതൽ സാധനങ്ങൾ അവിടെയുണ്ട്. 1 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ ഈ കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കടയ്ക്ക് തൊട്ട് പിറകിലുള്ള പിൻവശത്തുള്ള 2 കടകളിലും കൂടിയാണ് ഈ തീ പിടിച്ചിരിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സും പോലീസും തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആർക്കും ആളപായമില്ല, മറ്റ് പ്രശ്നങ്ങൾ, അതായത് ആർക്കും തന്നെ പരിക്കേൽക്കുക അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിലുള്ള മറ്റ് ആളുകളെയോ അതുപോലെ തന്നെ മറ്റ് കെട്ടിട ഉടമകളെയും സമീപത്തെ കടകളിൽ നിന്നുള്ള ആളുകളെയെല്ലാം തന്നെ ഇതിനോടകം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഈ അവധി ദിവസമായത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നില്ല. എന്തായാലും തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. സമീപത്തെ കടകളിൽ നിന്നുമുള്ള ആളുകളെയും അതുപോലെ തന്നെ സാധനങ്ങളും എല്ലാം തന്നെ അവിടുന്ന് മാറ്റുകയാണ്. മുകളിൽ 2 നിലകൾ കൂടിയുണ്ട്. 2 നില കെട്ടിടമാണിത്. അതിന്റെ മുകളിലേക്ക് പുക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ആ കടയിലുള്ള ആ കടകളിലൊക്കെ ഉള്ള ആളുകളെ എല്ലാം തന്നെ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുമുണ്ട്. ഉമേഷ്, ടോബി, ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒട്ടേറെ കടകളുണ്ടല്ലോ. ഈ ഒരു കട മാത്രമാണോ കത്തി നശിച്ചത് പൂർണ്ണമായി? ടോബി, 2 കടകളിലാണ് ഇപ്പോൾ തീ പടർന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ കടകളിലേക്ക്, തൊട്ട് സമീപത്തുള്ള കടകളിലേക്ക് മുകൾ വഴി തീ പടരുന്ന ഒരു കാഴ്ചയാണ്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ, അതായത് കൂടുതൽ കടകളിലേക്ക് പടർന്നു പോകാതെ ആ തീ തടയുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. അതായത് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ അടുത്തടുത്ത് ചെറിയ ചെറിയ കടകളാണ്. ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ കടകളാണ്. തൊട്ടടുത്തടുത്താണ്. ഒരു മതിലിന്റെ മാത്രം ഒരു ഡിവിഷൻ മാത്രമാണുള്ളത്, പാർട്ടീഷൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം ഏറെ കൂടുതലാണ്. ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മെത്ത, ബക്കറ്റുകൾ, അങ്ങനെ അവിടെ കൂട്ടിരിപ്പുകാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതെല്ലാം വിൽക്കുന്ന കടകളായതുകൊണ്ട് തന്നെ തീ വേഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കത്തിയ കട പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടില്ല, അവിടെ തുടരുകയാണ്. നമുക്ക് ജനപ്രതിനിധി കൂടി ഇവിടെയുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ഇതിപ്പോൾ 1 മണിക്കൂറായി നടന്നിട്ട്. എന്താ കാരണം എന്നുള്ളത് ഇവർ അന്വേഷിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഏതാണ്ട് 3-4 കടകൾ അടുപ്പിച്ചുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടൊരു സ്റ്റേഷനറി കടയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നത്. അതിനകത്ത് മെഡിക്കൽ കോളേജിലെ രോഗികളായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ബെഡും തലയാണ്, അങ്ങനെ എല്ലാ അവശ്യ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും കത്തിയിരിക്കുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ഇവിടുന്ന് ഈ കെട്ടിടങ്ങളിൽ നിന്നും മാറ്റിയിട്ടുമുണ്ട്. ഉമേഷ്, ശരി. ടോബിയാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് പരിസരത്താണ് തീപിടുത്തം ഉണ്ടായത്. 2 കടകളിൽ തീ പടർന്നു. അത് ഏറെക്കുറെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.